ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് പോന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ യൂറിൻ ബാഗ് വീൽ ചെയറിൽ കൊണ്ടുങ്ങാണ്ട് പൊട്ടിപ്പോയി. അപ്പോൾ 139 വിളിച്ചിട്ട് ബുക്ക് ചെയ്തപ്പോൾ ഇവിടെ കോട്ട, രാജസ്ഥാൻ കോട്ടയിൽ ഇപ്പോൾ എത്തി. ഇവിടെ വെച്ച് എനിക്ക് യൂറിൻ ബാഗ് തരാമെന്ന് നമ്മുടെ റെയിൽവേ അധികൃതർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കോട്ടയിലുണ്ട് ആള്. അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ യൂറിൻ ബാഗ് ഇവിടെ വെച്ച് തരും. അപ്പോൾ ആള് എന്തായാലും ഇങ്ങനത്തെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മളെ റെയിൽവേ നല്ലൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ മുമ്പ് ഇതുപോലെ തന്നെ തമിഴ്നാട് ഉള്ളപ്പോൾ ഒരു സമയത്ത് ഒരു പയ്യനെ കിഡ്നി സ്റ്റോൺ വന്നിട്ട് ഭയങ്കര വേദന എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് റെയിൽവേയുടെ റെയിൽ മക്കൾ ആപ്പ് വെച്ചിട്ട് ബുക്ക് ചെയ്തപ്പോൾ അടുത്ത ഷെൽഫിൽ റെയിൽവേയുടെ ഡോക്ടർ കയറിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് മരുന്ന് കൊടുത്ത പയ്യന് അന്നത്ര 250 രൂപയാണ് തോന്നുന്നു ആ പയ്യലേക്ക് മേടിച്ചത്. എന്തായാലും ഇവർ സൗജന്യമാണെന്നൊക്കെ എഴുതിയിട്ട് ഇടുന്നുണ്ട്. പക്ഷേ ഈ പൈസ ഒരു മേടിക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ നമ്മളെടുക്കുന്ന എത്ര മേടിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക്. നമ്മുടെ യൂറിൻ ട്യൂബ് എഴുതി വന്ന് ഇട്ടിട്ട് വന്നു. थैंक यू सो मच. कितनी देर से ऐसे ब्लॉक किए हुए थे? ये कभी भी इसमें डाल रहे हैं. न्यू दिल्ली से हो गया. एक बाहर लटका दे जगह लीक हो रहा था. ओ इधर ऊपर आने के टाइम लीक हो गया. ये व्हीलचेयर में रास्ता में ऊपर आने के टाइम हो गया. ठीक है, वो पैंट भी ढीला कर लेना. पैंट भी थोड़ा लीक हो अभी. नहीं ढीला कर लेना थोड़ा सा, टाइट नहीं होना चाहिए. ठीक है. അപ്പോൾ 100 രൂപയാണ് നമ്മുടെ അടുത്ത് അദ്ദേഹം മേടിച്ചത്. എന്തായാലും റെയിൽവേ സേവനങ്ങൾ ഏർപ്പെടുത്തിയത് നമുക്ക് അത്യാവശ്യം അവരെ ഹെൽപ്പ് നമുക്ക് കിട്ടി. അതുകൊണ്ട് ഞാനത് കംപ്ലൈൻ്റ് ആയിട്ടൊന്നും പോകുന്നില്ല. പിന്നെ ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് എത്രയാണ് ചാർജിന് പലരും ഗ്രൂപ്പിൽ ചോദിക്കാറുണ്ടായിരുന്നു. ഡിസേബിൾഡ് ബോക്സിൽ 350 രൂപയാണ് ചാർജ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. താങ്ക് യു.